പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തു തൗബയിലെ 24-ാമത്തെ പ്രയോഗത്തിൻ്റെ ഉള്ളടക്കം. 8 മറികടന്നുകൊണ്ടുള്ള പ്രവാചക സ്നേഹം. സാധാരണഗതിയിൽ ദൈനംദിന ജീവിതത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മറക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിൽ നകന്നകന്നു പോകുന്നതും 8 കാര്യങ്ങളുമായി അവൻ്റെ മനസ്സ് കുടുങ്ങുന്നതുകൊണ്ടാണ്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. 8 മറികടന്നുകൊണ്ടുള്ള സ്നേഹം. അഥവാ മാതാപിതാക്കൾ, ആൺമക്കൾ, പെൺമക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കൂട്ടുകുടുംബാംഗങ്ങൾ, കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ, വ്യാപാരങ്ങളും കച്ചവടങ്ങളും വ്യവഹാരങ്ങളും, ഏറ്റവും പ്രിയപ്പെട്ട ഭവനങ്ങളും വീടുകളും. ഈ 8 കാര്യങ്ങളോടാണ് ദൈനംദിന ജീവിതത്തിൽ മനസ്സ് കൂടുതൽ അടുക്കാറുള്ളതെങ്കിൽ ഈ 8 കാര്യത്തെക്കാളും മറികടക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു മെഹബൂബിൻ്റെ നിറഞ്ഞ സ്നേഹം. ഇത് സൂറത്തു തൗബയിലെ 24-ാമത്തെ പ്രയോഗമാണ്. ആ ഒരു പ്രയോഗത്തിൻ്റെ അന്തസാരം ബോധ്യപ്പെടാൻ സ്വഹാബി വര്യനായ, സ്വഹാബി വനിതയായ, ബനൂ ദീനാർ ഗോത്രക്കാരിയായ സ്വഹാബിയത്തായ വനിതയുടെ ഒരു ചെറിയൊരു ചോദ്യം ശ്രദ്ധിച്ചാൽ മതിയാകും. ബനൂ ദീനാർ ഗോത്രക്കാരിയായ സ്വഹാബിയത്തായ വനിത അറിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 55-ാമത്തെ വയസ്സിൽ ഉഹദിന്റെ സമരം നടന്നപ്പോൾ എന്തറിഞ്ഞു? സ്വഹാബത്ത് വന്ന് അറിയിച്ചു കൊടുത്തു. മാച്ച അബൂക്കി വമാച്ച അഖൂക്കി വമാത്ത സൗജുക്കി വമാച്ച ബനുക്കി. പിതാവും ഭർത്താവും മകനും സഹോദരനും എല്ലാവരും ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഇതാ വാപ്പാൻ്റെയും മകൻ്റെയും ഭർത്താവിൻ്റെയും സഹോദരൻ്റെയും ജനാസകൾ. ഇതാ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കാത്ത വാർത്തകളും രംഗങ്ങളും അനുഭവിക്കേണ്ടി വന്നപ്പോഴും ആ ബനൂ ദീനാർ ഗോത്രക്കാരിയായ സ്വഹാബിയത്തായ വനിതയുടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം പറഞ്ഞു തരും. ആ സഹോദരി ചോദിച്ച ചോദ്യം, മാ ഫുഇല റസൂലുള്ളാഹ്. എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞോളൂ. എനിക്ക് കാണേണ്ടത്, അറിയേണ്ടത് എൻ്റെ നേതാവിൻ്റെ അവസ്ഥയാണ്. നേതാവിനൊന്നും പറ്റിയില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. സ്വഹാബത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഹുനാക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതരായി സുഭദ്രരായി നിൽക്കുന്നത് കണ്ടില്ലേ? സ്വഹാബത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണ് നിറയെ മനം നിറയെ അനുഭവിച്ച് ആ ബനൂ ദീനാർ ഗോത്രക്കാരിയായ സ്വഹാബിയത്തായ വനിത ഒരു വാക്ക് പ്രഖ്യാപിച്ചു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദുഃഖങ്ങളും നിസാരമാണ്, എല്ലാ പ്രയാസങ്ങളും നിസാരമാണ്, എല്ലാ ദുരന്തങ്ങളും നിസാരമാണ്. ഒരു ചോദ്യം കൊണ്ടും ഒരു പ്രഖ്യാപനം കൊണ്ടും എന്താണ് 8 മറികടന്നുകൊണ്ടുള്ള പ്രവാചക സ്നേഹമെന്ന് ലോകത്തിന് വിശദീകരിച്ചു കൊടുത്ത ബനൂ ദീനാർ ഗോത്രക്കാരിയായ സ്വഹാബിയത്തായ വനിതയിൽ നിന്ന് സ്നേഹത്തിൻ്റെ പാഠം പഠിക്കണം. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഒഴുകുന്ന മധുരമാണ് ആ പ്രവാചക സ്നേഹം. ആ സ്നേഹം മനസ്സിൽ നന്നായി പതിയുന്നത് 3 കാര്യങ്ങൾ ആത്മാർത്ഥമായി അറിയുമ്പോഴാണ്. ഈ പ്രസംഗം കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇവിടെ മുതാലിമീങ്ങൾ ബുർദ ചൊല്ലും. ആ ബുർദയിൽ കാണാം, കസ്സഹരി ഫീ തറാഫി വൽ ബദ്രി ഫീ ശറാഫി വൽ ബഹരി ഫീ കറാമി വദ്ദഹരി ഫീ ഹിമാമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും നേതാവിൻ്റെ സൽസ്വഭാവവും ആ നേതാവിൽ നിന്ന് ലോകത്തിന് ലഭിച്ച ഔദാര്യങ്ങളും സഹായങ്ങളും ജമാല്, കമാല്, നവാല്, സൗന്ദര്യം, സൽസ്വഭാവം, നേതാവിൽ നിന്നുള്ള ഔദാര്യം, ഈ 3 കാര്യങ്ങളും ആത്മാർത്ഥമായി മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങുമ്പോൾ ആ മഹബത്ത് ക്രമികമായി ഉയരും. ഇസ്തിഹ്സാനിൽ നിന്ന് മവദ്ദത്ത്, അതിൽ നിന്ന് മഹബത്ത്, അതിൽ നിന്ന് ഖുല്ലത്ത്, അതിൽ നിന്ന് ഹവ, അതിൽ നിന്ന് ഇഷ്ഖ്, അങ്ങനെ ക്രമികമായി ആ സ്നേഹം ഉയരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി ഉൾക്കൊള്ളുന്നതിൻ്റെ മുമ്പേ, അഥവാ ജമാലും കമാലും നവാലും സൗന്ദര്യവും സൽസ്വഭാവവും ആത്മാർത്ഥമായി പഠിക്കുന്നതിൻ്റെ മുമ്പേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി അല്ലതി ബൈന ജംബയ്യ. എല്ലാത്തിനേക്കാളും അധികം എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും മാറ്റി നിർത്തിയാൽ മറ്റെല്ലാത്തിനേക്കാളും അധികം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ഇഷ്ടം വെക്കുന്നു. ആത്മാവിനെ, ശരീരത്തെ മാറ്റി നിർത്തി അതെല്ലാത്തിനേക്കാളും അധികം അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുവെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യത്തെ പ്രതിപാദനം. പിന്നീട് ആ സൗന്ദര്യവും സൽസ്വഭാവവും ആ ജീവിതവും ഔദാര്യവും ആത്മാർത്ഥമായി മനസ്സിലാക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രയോഗം മാറി. വല്ലദീ അൻസല അലൈക്കൽ കിതാബ ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവാണേ സത്യം, എൻ്റെ ആത്മാവിനേക്കാളും ശരീരത്തെക്കാളും അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എൻ്റെ ആത്മാവിനേക്കാളും ശരീരത്തെക്കാളും അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ആന യാ ഉമർ, ഇപ്പോൾ മഹബത്ത് പരിപൂർണമായിട്ടുണ്ട്, ഇപ്പോൾ സ്നേഹം പരിപൂർണമായിട്ടുണ്ട്. അല്ലാഹുവേ, ആ രൂപത്തിലുള്ള മഹബത്തിന്റെ തലങ്ങളിലേക്ക് ഉയർത്താൻ പറ്റിയ വേദിയായി ഈ വേദിയെ സ്വീകരിക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കഴിക്കാൻ, ആ മൗലിദ് നന്നായി ചൊല്ലാൻ, ആ മൗലിദ് നന്നായി സംഘടിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്തോളൂവെന്നാണ് അയിമ്മത്തിന്റെ പ്രയോഗം. മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത പ്രയോഗം നോക്കൂ. മൻ ഹയ്യ ലിഅജ്ലി ഖിറാഅത്തി മൗലിദിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുആമ വജമഅ ഇഖ്വാന വഔഖദ സിറാജ വലബിസ ജദീദ വതബഖറ വതഅതറ تعظيما لمولده صلى الله عليه وسلم حشره الله يوم القيامة مع الفرقة الأولى من النبيين وكان في أعلى عليين. മൗലീദ് നടത്താൻ വേണ്ടി, മധു പ്രകീർത്തന സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടിയാൽ, ഭക്ഷണം നന്നായി പാചകം ചെയ്താൽ, അലങ്കാര ബൾബുകളെ കൊണ്ട് അലങ്കരിച്ചാൽ, പുതുവസ്ത്രങ്ങൾ ധരിച്ചാൽ, സുഗന്ധം ലേപനം ചെയ്താൽ, എത്രയോ വലിയ പദവികളാണ് അവരെ കാത്തിരിക്കുന്നത്, എത്രയോ വലിയ സ്ഥാനങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗം, വദിത്തു ലൗ കാന ലി മിസ്ലു ജബലി ഉഹുദിൻ ദഹബ ലഅൻഫഖ്തുഹു ലിഖറാഅത്തി മൗലിദിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കയ്യിൽ ഉഹദ് പർവ്വതത്തോളം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂർണ്ണമായും നേതാവിൻ്റെ മൗലിദ് നടത്താൻ വേണ്ടി, പ്രകീർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ പ്രയോഗം, മൻ ഹളറ മൗലിദർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅല്ലമ ഖദറ ഫഖദ് ഫാസ ബിൽ ഈമാൻ. ഒരു മൗലിദ് നടക്കുന്നിടത്ത്, ബുർദ ചൊല്ലുന്നിടത്ത്, മദ്ഹ് നടക്കുന്നിടത്ത് ആത്മാർത്ഥമായി വന്നിരുന്ന് ഇത് വലിയൊരു കാര്യം തന്നെയാണ്, ഇത് വലിയൊരു സംഭവം തന്നെയാണെന്ന് ചിന്തിച്ചാൽ ആ ചിന്ത കൊണ്ട് മാത്രം ആ മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ പ്രയോഗം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു മനോഹരമായി അവതരിപ്പിക്കുന്നത് കാണാം. മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി
മൗലിദുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫ്ഫതുഹുൽ മലായിക വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ വൽ മുതവ്വഖൂന ബിന്നൂർ. ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ അകത്തളത്തിലോ മഹല്ലത്ത് സംവിധാനങ്ങളിലോ പള്ളിയുടെ അകത്തളങ്ങളിലോ മൗലിദ് ആത്മാർത്ഥമായി നിർവഹിച്ചാൽ മലായികത്തിന്റെ പ്രാർത്ഥന, മഹാന്മാരുടെ ദുആ, അള്ളാഹുവിൻ്റെ കാരുണ്യവർഷം. അയിമ്മത്തിന് ഇതൊന്നും പറയാൻ ഒരു മടിയുമുണ്ടായിരുന്നില്ല. കാരണം മഹബത്തിൽ ചാലിച്ചെടുത്ത മനസ്സുകളാണ് അവരുടേത്. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അപാലവർദ്ധം ഈ മഹബൂബിങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിൻ്റെ ഒത്തൊരുമയും സഹകരണവും പ്രവാചക സ്നേഹത്തിൽ ഈ ആവേശവും ഉന്മേഷവും എക്കാലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ പെരുപ്പിക്കുന്നില്ല. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഒഴുകുന്ന മധുരമാണ് പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞെങ്കിൽ ആ സ്നേഹം മനസ്സിൽ നിന്ന് അറ്റുപോവാൻ പാടില്ലല്ലോ. ആ മഹബത്ത് ഖൽബിൽ നിന്നും മുറിഞ്ഞു പോവാൻ പാടില്ലല്ലോ. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് നന്നായി നിങ്ങൾ ഉൾക്കൊള്ളണം. ധാരാളം കാര്യങ്ങൾ ഹദീസും ഖുർആനും അവലംബിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടത് ചിലത് മാത്രം ഉണർത്തുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മനസ്സിൽ പതിഞ്ഞ് അത് മുറിഞ്ഞു പോവാതിരിക്കാനും മറ്റു പോവാതിരിക്കാനും പ്രധാനമായും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം. ഫർളുകൾ കാർക്കശ്യത്തോടുകൂടെ നിർവഹിക്കണം. സുന്നത്തുകൾ ഉന്മേഷത്തോടുകൂടെ ഏറ്റെടുക്കണം. കറാഹത്തുകളും ഹറാമുകളും ഖിലാഫുൽ ഔലകളും പരിപൂർണമായും വെടിയണം. മുബാഹുകൾ സന്ദർഭോചിതമായി ഏറ്റെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് ഏറ്റെടുക്കുന്നിടത്ത് ആ മഹബത്തിന്റെ ദൃഢത, അതിൻ്റെ ഉറപ്പ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിസ്കരിക്കാത്ത മഹബൂബിന്റെ മഹബത്തിന് എന്തർത്ഥമാണുള്ളത്? സക്കാത്ത് കൊടുക്കാത്ത മഹബൂബിന്റെ മഹബത്തിന് എന്തർത്ഥമാണുള്ളത്? അഥവാ മഹബത്ത് പതിഞ്ഞതിൻ്റെ ശേഷം ആ മഹബത്ത് അറ്റുപോവാതിരിക്കാനുള്ളതാണ് കർമ്മങ്ങളും ജീവിത പദ്ധതികളും എല്ലാം എന്ന് ചുരുക്കം. നമ്മുടെ മുടിക്കോലങ്ങളിലും സംസാരങ്ങളിലും സംസ്കാരങ്ങളിലും ജീവിത രീതികളിലും ബന്ധങ്ങളിലും അയൽപ്പക്ക ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും മുതിർന്നവരുമായുള്ള പെരുമാറ്റങ്ങളിലും ആദരവുകളിലും ബഹുമാനങ്ങളിലും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും കച്ചവടങ്ങളിലും വ്യവഹാരങ്ങളിലുമെല്ലാം ആ നേതാവിൻ്റെ തിരുസുന്നത്ത് പ്രകടമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അൽ മുതമസ്സികു ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ലഹു അജ്റു മിഅതി ഷഹീദ്. ജനങ്ങളെല്ലാവരും സുന്നത്ത് വെടിഞ്ഞ് ജീവിക്കുമ്പോൾ, പ്രവാചക ജീവിതം മറന്ന് ജീവിക്കുമ്പോൾ ആരാണോ എൻ്റെ തിരുസുന്നത്ത് സജീവമാക്കുന്നത് അവർക്ക് 100 ശുഹദാഇന്റെ കൂലിയുണ്ട്. സാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി തിരുസുന്നത്തനുസരിച്ച് ഒരു മഹബൂബിന് ജീവിക്കേണ്ടി വരുന്ന അതിസാഹസികതയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. യഅതി അലന്നാസി സമാനുൻ അസ്വാബിറു ഫീഹി അലാ ദീനിഹി കൽഖാബിളി അലൽ ജമരി. എന്താണ് ആ പ്രയോഗം? ഒരു കാലം വരാൻ പോകുന്നു, ഒരു യുഗം വരാൻ പോകുന്നു. അന്ന് തിരുസുന്നത്ത് മുറുക്കി പിടിച്ച് ജീവിക്കുന്നത് തീ കനലും കയ്യിലേന്തി നടക്കുന്നത് പോലെയാണ്. തീ കനലും കയ്യിൽ പിടിച്ച് നടക്കുന്നത് പോലെയാണ് തിരുസുന്നത്തനുസരിച്ച് മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത്. അത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് തിരുസുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികെട്ട കാലം വരും. അല്ലാഹുവേ, ആ തിരുസുന്നത്ത് കഴിവിൻ്റെ പരമാവധി സ്വജീവിതത്തിലും കുടുംബത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾ അവർ വളരെ നന്നായി കഥ എഴുതുന്നുണ്ട്, ചരിത്രം എഴുതുന്നുണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. നേതാവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നേതാവിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന മഹബൂബിങ്ങൾ ആ ജീവിതത്തിൽ നിന്ന് ബഹുദൂരം അകന്നകന്നു പോവുക എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. മൈക്കൽ എച്ച് ഹാർട്ട്
തൻ്റെ 100 എന്ന പുസ്തകത്തിൽ, അദ്ദേഹം മുസ്ലിം അല്ല, മുഅ്മിനല്ല, അദ്ദേഹം അമേരിക്കക്കാരനാണ്, എഴുത്തുകാരനാണ്. പക്ഷേ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ദി 100 എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വിവിധ കാലങ്ങളിൽ സമൂഹ മധ്യേ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 പേരെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് മൈക്കൽ എച്ച് ഹാർട്ടിന്റെ ദി 100 എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ ഏറ്റവും ആദ്യത്തെ പേജുകളിൽ കൊണ്ടുവന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. ലോകത്ത് വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 പേരെ പറയുന്ന ഗ്രന്ഥമാണെങ്കിലും ഏറ്റവും ആദ്യത്തെ പേജുകളിൽ പ്രതിപാദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. പലരും ചോദ്യം ചെയ്തു, പലരും വിസ്മയത്തോടുകൂടെ നോക്കി, പലരും അത്ഭുതത്തോടുകൂടെ പ്രതികരിച്ചു. അവരോടെല്ലാം അമേരിക്കക്കാരനായ ആ എഴുത്തുകാരൻ പ്രതികരിച്ചത്, മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ may surprise some readers and may be questioned by others, but is only man in history who was supremely successful on both religious and secular level. ഓഹോ, വിസ്മയം കൊള്ളുന്നവർ വിസ്മയം കൊള്ളട്ടെ, അത്ഭുതപ്പെടുന്നവർ അത്ഭുതപ്പെടട്ടെ. ഒന്നേ പറയാനുള്ളൂ, ഭൗതികമായും ആത്മീയമായും അനുകരിക്കാവുന്ന ഒരു നേതാവുണ്ടെങ്കിൽ മുഹമ്മദുൻ എന്ന് പേരുള്ള ഒരു ചരിത്ര പുരുഷനാണെന്ന വാക്ക് ഭൗതികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെതാണ്, അമേരിക്കക്കാരനായ എഴുത്തുകാരൻ്റെതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതത്തിലേക്ക് നോക്കി അവർ ആത്മാർത്ഥമായി പറഞ്ഞു, അല്ലാഹുവേ, ആ ജീവിതം നന്നായി ഉൾക്കൊള്ളാനും പഠിക്കാനും പഠിപ്പിക്കാനും തൗഫീഖ് നൽകണേ അല്ലാ. വിനയമാണ് ആ ജീവിതത്തിന്റെ മുദ്രാവാക്യം, താഴ്മയാണ് ആ ജീവിതത്തിന്റെ മേൽവിലാസം. മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും എല്ലാ അർത്ഥവും കൽപ്പിച്ച പ്രകൃതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. ജീവനുള്ളവരെന്നോ ജീവനില്ലാത്തവരെന്നോ ചേതന വസ്തുക്കളെന്നോ അചേതന വസ്തുക്കളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം ആ നേതാവിൻ്റെ മഹിതമായ ജീവിതത്തിലെ റഹ്മത്ത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ജീവിതം നന്നായി പഠിക്കണം, ഏറ്റെടുക്കണം. സുകുമാർ കക്കാട് മാനവികതയുടെ മേൽവിലാസമായി മുത്തിന്റെ ജീവിതത്തെ കവിതാവിഷ്കാരം നടത്തുന്നത് കാണാം. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിതാ പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങളെ ഗമ്മാംസത്തിൽ ബന്ധിച്ച ധാർമ്മിക. ഏകത്വത്തിന്റെ അല്ലെങ്കിൽ മാനവിക ഐക്യത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, മാനവിക മധുരത്തിന്റെ വലിയ മുദ്രാവാക്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതത്തെ അവതരിപ്പിക്കുകയായിരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്റെ മുന്നിലിരിക്കുന്ന സൈന്യവ്യൂഹങ്ങളോട് പറഞ്ഞത്, ഐ ഹോപ്പ് ദ ടൈം ഈസ് നോട്ട് ഫാർ ഓഫ് and shall be able to unite the wise and educated men of other countries and establish one uniform regime based on principle of Quran, which alone can lead men to happiness. ചിന്നിച്ചിതറിയ ആളുകളെ, വർഗങ്ങളെ, ട്രൂപ്പുകളെ, ഗ്രൂപ്പുകളെ, ജാതികളെ അല്ലെങ്കിൽ സമൂഹങ്ങളെ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെങ്കിൽ പ്രവാചകന്റെ അത്യുന്നതമായ മൂല്യങ്ങളെ കൊണ്ടേ സാധിക്കൂ, ആ ധാർമ്മിക മൂല്യങ്ങളെ കൊണ്ടേ കഴിയൂ എന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആവേശത്തോടുകൂടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സമൂഹത്തോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഭൂമികയായി മാറണം. ചെറിയ സുന്നത്തുകളും വലിയ സുന്നത്തുകളും ശ്രദ്ധിക്കണം. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തുകല്ലിമ ഖാക വവജ്ഹുക ഇലൈഹി മുൻബസിതുൻ വലൗ തുഫ്രിഗ മിൻ ദൽവിക ഇലാ ഇനാഇൽ മുസ്തസ്ഖി. ഒരു ചെറിയ സുന്നത്ത് പോലും നീ നിസാരമായി കാണരുത്. എത്രത്തോളം സഹോദരനോട് പുഞ്ചിരിച്ച് സംസാരിക്കുന്നതും ഒരു സുന്നത്താണ്. വെള്ളം ആവശ്യമുള്ളവന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ സുന്നത്തുകൾ അടക്കം ശ്രദ്ധിക്കാതെ പോകരുത് എന്ന അർത്ഥത്തിൽ നമ്മെ പഠിപ്പിച്ച, ഓർമ്മിപ്പിച്ച കാര്യങ്ങളാണ്. വാക്കുകൾ പെരുപ്പിക്കുന്നില്ല. മഹബത്ത് മനസ്സിൽ നിന്ന് അറ്റുപോവാതിരിക്കാൻ വേണ്ടി ഇമാമിങ്ങൾ ഏറ്റവും ആദ്യമായി പേർത്തും വീണ്ടും വീണ്ടും ഉണർത്തിയതാണ് ഇത്തിബാഉ സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. അതുപോലെ ആ മഹബത്ത് അറ്റുപോവാതിരിക്കാനുള്ള മറ്റൊരു വഴിയാണ് മദ്ഹ് നന്നായി പാടുക, പറയുക, കേൾക്കുക, അത്തരം സദസ്സുകളിൽ സംബന്ധിക്കുക. ഇവിടെ ഇൻഷാ അല്ലാഹ് മക്കൾ ബുർദ ആലപിക്കും. അത് അല്ലാമ ബൂസ്വീരി റളിയല്ലാഹു അൻഹുവിന്റെ മഹിതമായ പ്രവാചക കാവ്യമാണ്.
പലരും ഇജാസത്തോടുകൂടെ ആ ബുർദ ചൊല്ലാറുണ്ടാകും. അതിൻ്റെ ഒരു വരി പോലും നഷ്ടപ്പെട്ടു പോവാതെ ഓരോന്നിനും ജവാബ് ചൊല്ലി നമ്മുടെ മുതഅല്ലിമീങ്ങൾ ചൊല്ലിത്തരുമ്പോൾ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. 10 അധ്യായങ്ങളാണ് ബുർദയ്ക്കുള്ളത്. ഓരോ അധ്യായവും ഓരോ മെസ്സേജുകളാണ്, ഓരോ മുദ്രാവാക്യങ്ങളാണ്. അമിൻ തദകുരിജി റാനിം ബിദി സലാമി മസജ്തദം അൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി. എന്താണ് സ്നേഹമെന്ന് ആ വരികളിലൂടെ വിശദീകരിക്കും. فإن أمارتي بالسوء ما تعالت من جهلها بنذير الشيب والهرم. രണ്ടാമത്തെ അധ്യായം ആ സ്നേഹം ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് പറയും. വല്ലംതു സുന്നതമൻ അഹ്യല്ലാലാമഇല അനിഷ്തകത ഖദമ ഖുല്ലുറാമിൻ വറമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുദ്ധമായ പ്രകീർത്തനങ്ങളും മദ്ഹുകളുമാണ് 3-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം. 4-ാമത്തേത് അബാന മൗലിദുഹു അൻ ത്വീബി ഉൻസൂരിഹി യാ ത്വീബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴുന്ന സമയത്ത് ഈ ലോകത്തുണ്ടായ അത്ഭുതങ്ങളും വിസ്മയങ്ങളുമാണ് കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. 5-ാം അധ്യായത്തിൽ ആ തിരുജീവിതത്തിലെ മുഅ്ജിസത്തും, 6-ാം അധ്യായത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹാരിതയും, 7-ാം അധ്യായത്തിൽ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും മനോഹാരിതയും, 8-ാം അധ്യായത്തിൽ സ്വഹാബത്തിന്റെ സ്നേഹവും, 9-ാം അധ്യായത്തിൽ മദ്ഹ് കൊണ്ട് വിജയിക്കാൻ കഴിയൂ എന്ന പ്രഖ്യാപനവും, 10-ാം അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിൽ സംസാരിക്കുന്നത് പോലെയുള്ള ഇസ്തിഗാസ അല്ലെങ്കിൽ തവസ്സുല്. അല്ലാഹുവേ, ബുർദയുടെ ഓരോ വരികളുടെയും പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ ബുർദയിൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ കാണാം ഹശാഹു അയ്യഹരിമ റാജിമ കാരിമഹു ഔ യർജിഅൽ ജാറു മിൻ ഹു ഗൈറ മുഹ്തറമി. ചൊല്ല് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് സ്നേഹിച്ച് ആ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാലും അവർ ഭഗ്നാശരാവുകയില്ല, നിരാശരാവുകയില്ല. അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അവലംബമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മദ്ഹിന്റെ കവിതകളിലൂടെ, സനാഇന്റെ വരികളിലൂടെ, പ്രവാചക പ്രകീർത്തനത്തിന്റെ മധുര ശബ്ദങ്ങളിലൂടെ അല്ലാമ ബൂസ്വീരി റളിയല്ലാഹു അൻഹു അവതരിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മദ്ഹ് കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗം മദീഹുക ദുഖരി ثم زادي وعدتي ليوم به يجفل حميما حميمو. ഇൻഷാ അല്ലാഹ് ചെറിയ മക്കൾ നമ്മുടെ മുന്നിലേക്ക് ബക്കറ്റുമായി വരുമ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യങ്ങളും മുറാദുകളും മഖ്സൂദുകളൊക്കെ മനസ്സിൽ വെച്ച് അത് പരിഹരിക്കപ്പെടണം, സഫലമാവണം. മുത്തുനബിയുടെ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് എന്ന് ചിന്തിച്ച് നല്ല ഹദിയ, നല്ല സംഭാവന ഇട്ടുകൊടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ഈ കൊടുക്കുന്ന സംഭാവനകളും ഹദിയകളും സബബായി, നിമിത്തമായി അല്ലാഹു തആല കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. مديحك ذخري ثم زادي وعدتي ليوم به يجفل حميما حميمو. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടിയ പാട്ടുകളെല്ലാം, വർണ്ണിച്ച വർണ്ണനകളെല്ലാം, എഴുതിയ എഴുത്തുകളെല്ലാം നാളേക്കുള്ള ഭക്ഷണമാണ്, നാളേക്കുള്ള സന്നാഹമാണ്.
നാളേക്കുള്ള രക്ഷാകവചമാണ്. ആ മദ്ഹിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചു അല്ലാഹുവിന്റെ മഹാന്മാർ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി ചൊല്ലുന്നത് മദീന മുനവ്വറയിലെ റൗള ഷരീഫിനരികിലേക്കാണ്. എന്നിട്ട് മദ്ഹാണ് പാടിയത്. അവിടെയുള്ള മണ്ണെടുക്കുന്നു, ചുംബിക്കുന്നു, വാരിത്തേക്കുന്നു, ആത്മാർത്ഥമായി പാടുന്നു. മാദാ അലാമൻ ശമ്മ തുർബത അഹ്മദി അല്ലാ യശമ്മ മദാ സമാനി ഗവാലിയാ. ഈ മണ്ണിനെന്തൊരു സുഗന്ധമാ, ഈ മണ്ണിനെന്തൊരു സൗരഭ്യമാ, ഈ മണ്ണിനെന്തൊരു സുഗന്ധമാ, ഈ മണ്ണിനെന്തൊരു സൗരഭ്യമാ. മദ്ഹിന്റെ ഗീതം കൊണ്ട് മനസ്സിന് കുളിർമ നൽകി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അതുപോലെ അല്ലാമ ബൂസീരി റളിയല്ലാഹു അൻഹു ബുർദത്തുൽ മദീഹിന്റെ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ആ മദീനയുടെ മണ്ണിനെ കുറിച്ച് പറയുന്നത് കാണാം. ലാ തുയിബായ അദീലു തു റബല്ലമ്മ അഉലുമാഹു തുബാലി മുൻതശിഖിൻ മിൻഹു വമുൽതഫിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തെ ആവരണം ചെയ്തു കിടക്കുന്ന മണ്ണ്, ആ തിരുശരീരത്തെ പൊതിഞ്ഞു കിടക്കുന്ന മണ്ണ് ഏറ്റവും നല്ല സുഗന്ധമുള്ളതാണ്, ഏറ്റവും സൗരഭ്യമുള്ളതാണ്. ബുസീരി ഇമാമിന്റെ പ്രയോഗമാണത്. പക്ഷേ വിദയികൾ ആ മണ്ണിനെ കുറിച്ച് അവരുടെ പുസ്തകത്തിൽ എഴുതിയത് മുത്തിന്റെ ശരീരം ജീർണിച്ച് ദ്രവിച്ച് ആ മണ്ണുമായി കൂടിക്കലർന്ന് ഏറ്റവും ദുർഗന്ധമുള്ള മണ്ണായി മാറിയിട്ടുണ്ട് എന്ന് അവരുടെ പുസ്തകത്തിൽ അവർ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പലതും എഴുതി വെച്ചതുപോലെ സാധാരണ മനുഷ്യൻ, അറബി പയ്യൻ 70 തിന്മകളോ 100 തിന്മകളോ സ്വജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്യുന്ന വ്യക്തി, ഇങ്ങനെ തുടങ്ങി പലതും എഴുതി വെച്ച കൂട്ടത്തിൽ ആ മുത്തിന്റെ ശരീരം ആവരണം ചെയ്തു കിടക്കുന്ന മണ്ണ് ദുർഗന്ധമുള്ള മണ്ണ് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹ് അത്തരം ദുർഗന്ധങ്ങളിൽ നിന്ന്, ബിദ്അത്തിന്റെ ദുർഗന്ധങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാവല് നൽകണേ റഹ്മാനെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയിൽ അടിയുറച്ചുള്ള മഹബ്ബത്തിന്റെ മധുരം കൊണ്ട് അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. അതുകൊണ്ട് ആ തിരുസുന്നത്ത് ഏറ്റെടുത്തോളൂ, മദ്ഹ് നന്നായി ആവർത്തിച്ച് നിർവഹിച്ചോളൂ. ഖൽബിലെ മഹബ്ബത്ത് അത് അറ്റുപോകാതെ മനസ്സിൽ തന്നെ ഉറയ്ക്കുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവസാനമായി ഒന്ന് കേൾപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തിൽ നമുക്ക് വലിയ ആത്മവിശ്വാസം വേണം, നമുക്ക് വലിയ കോൺഫിഡൻസ് വേണം. പരിശുദ്ധമായ ഖുർആനിൽ, തിരു ഹദീസുകളിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം റഹ്മത്ത് റഹ്മത്ത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുത്തിന്റെ പ്രവാചക നിയോഗം, പ്രവാചകത്വത്തിന്റെ നിയോഗം അത് റഹ്മത്താണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. റഹ്മത്ത് കൊണ്ടാണ് അങ്ങ് ഏറ്റവും വലിയ സ്വഭാവമുള്ളയാളായി മാറിയത്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഏറ്റവും വലിയ ഗുണവിശേഷണങ്ങൾ, തങ്ങളുടെ ഏറ്റവും നല്ല ഗുണവിശേഷണങ്ങളിൽ പരമപ്രധാനമായത് റഊഫ് റഹീം എന്ന റഹ്മത്തിന്റെ വിശേഷണമാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു. ആ റഹ്മത്ത് കൊണ്ട് ആഹ്ലാദിച്ചോളൂ. വറഹ്മതി വസിഅതു കുല്ല ഷൈഇൻ. എൻ്റെ റഹ്മത്ത് എല്ലാത്തിനും വിശാലമായിട്ടുണ്ട്. സൂറത്ത് യൂനുസിലും സൂറത്തുൽ അംബിയായിലും സൂറത്തുൽ ആറാഫിലും സൂറത്തു തൗബയിലുമായി എത്ര പ്രയോഗങ്ങളാണ്. സൂറത്തു ആല ഇംറാനിലുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടുത്തി റഹ്മത്തിന്റെ ധാരാളം പ്രതിപാദനങ്ങൾ. ആ റഹ്മത്തിൽ നല്ല പ്രതീക്ഷ നമുക്ക് വേണം. ഹയാത്ത് കാലത്ത് മാത്രം ലഭിക്കുന്നതല്ല ആ ഒരു റഹ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം ആ ഖബറിൽ പോയി കിടക്കുന്ന ഈ സമയത്തും ആ റഹ്മത്ത് ഒന്നുപോലും ചുരുങ്ങി പോകാതെ ഈ ലോകത്തിന് ലഭിക്കുന്നതാണ്. ഹയാത്തിന്റെ ശേഷം വഫാത്തോടുകൂടെ റഹ്മത്ത് നിലച്ചു എന്നത് ബിദ്അയുടെ ഭാഷയാണ്.
ഭാഷയാണ്, അത് സുന്നിയുടെ ഭാഷയല്ല. ഹയാത്ത് കാലത്ത് ആ റഹ്മത്ത് ചേതന വസ്തുക്കൾക്കും അചേതന വസ്തുക്കൾക്കും മനുഷ്യവർഗങ്ങൾക്കും ഭൂതവർഗങ്ങൾക്കും ഒരുപോലെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഹയാത്തിന്റെ ശേഷം, വഫാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബർസഖിയായ ലോകത്ത് ജീവിക്കുന്ന ഈ സമയത്തും ആ റഹ്മത്ത് ഒന്നുപോലും നിലച്ചു പോകാതെ ലഭിക്കും. ആ ഉറച്ച ആത്മവിശ്വാസം നമുക്ക് വേണം. ഈ വിനീതൻ അഭിവന്ദ്യ ഗുരുവരിയർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് അൽ ഇംദാദു വൽ ഇർഷാദു മിൻ സയ്യിദിൽ അനാം മിൻ ബഅദി വഫാതിഹി ഫിൽ യഖ്ലതി വൽ മനാം എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ ആ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ച ഒരുപാട് മഹബൂബിങ്ങളുടെ ചരിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കാണാം അബുൽ ഖൈരി തൈനാത്തി റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച് ജീവിച്ച മഹാപണ്ഡിതനാണ്, സൂഫി വര്യനാണ്, വിലായത്തിന്റെ മധുരം നുകർന്നയാളാണ് അബുൽ ഖൈരി തൈനാത്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുത്തിന്റെ റഹ്മത്തിൽ കൊടുത്ത ആത്മവിശ്വാസം നോക്കൂ. ആ റൗള ഷരീഫിന്റെ അരികിലേക്ക് ചെല്ലും. എപ്പോൾ വിശക്കുന്ന സമയത്ത്, പട്ടിണി വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നേരെ റൗള ഷരീഫിന്റെ അരികിലേക്ക് അഥവാ ഹുജ്റത്തു ഷരീഫിന്റെ അരികിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് ഇന്നി ളൈഫുക ഇന്നി ജാഇഉൻ യാ റസൂലല്ലാഹ്. തിരുദൂതരെ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ അങ്ങയുടെ അതിഥിയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ അങ്ങയുടെ അതിഥിയാണ്. പറയാനുള്ള ആത്മവിശ്വാസം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ കിടക്കുന്ന സമയത്തും തന്റെ ഭൗതിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആ റൗള ഷരീഫിന്റെ അരികിലേക്ക് ചെല്ലുന്ന അബുൽ ഖൈരി തൈനാത്തി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അതും പറഞ്ഞ് കിടന്നുറങ്ങി എണീക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഭക്ഷണം എത്താറുണ്ടായിരുന്നുവെന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജലക്ഷാമം രൂക്ഷമായി, മഴയില്ല, സംശുദ്ധമായ വെള്ളമില്ല, എല്ലാവരും വലിയ പ്രയാസത്തിൽ. ആ സമയത്ത് ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ഷരീഫിന്റെ അരികിലേക്ക് വരുന്നു. എന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ്? ആ റഹ്മത്തിലെ പ്രതീക്ഷ നോക്കണം. ഇസ്തസ്ഖിൽ ഉമ്മച്ചിക ഫഇന്നഹും ഖദ് ഹലകൂ. ഉമ്മത്തിന് വെള്ളം വേണം, ഉമ്മത്തിന് നല്ല മഴ വേണം, ഉമ്മത്തിന് നല്ല സംശുദ്ധമായ പാനീയം വേണം. ഉമ്മത്ത് മരണത്തിന്റെ വക്കത്താണ്. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തിൽ കൊടുത്ത വലിയ പ്രതീക്ഷ പിന്നീട് നല്ല മഴ കിട്ടി. അവർ ആ മഴ അനുഭവിച്ചു. ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹുവിന്റെ ആ റഹ്മത്തിലെ ആത്മാർത്ഥതയും പ്രതീക്ഷയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ മുമ്പേ ചില വസിയത്തുകൾ ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്ത് പ്രസിദ്ധമാണ്. അതിലൊരു വസിയത്ത് സഹാബത്തിനോട് പറഞ്ഞത്, ഞാൻ മരണപ്പെട്ടാൽ എന്നെ കുളിപ്പിച്ച് കഫൻ പുടകളെ കൊണ്ട് പുതപ്പിച്ച് എന്റെ നിസ്കാരവും കഴിഞ്ഞ് ഹുജ്റത്തു ഷരീഫിന്റെ ബാബിങ്കിലേക്ക് കൊണ്ടുപോകണം. ആ വാതിൽക്കൽ വെച്ചുകൊണ്ട് നേതാവിനോട് സമ്മതം ചോദിക്കണം, നേതാവിനോട് സമ്മതം ചോദിക്കണം. വഫാത്തായാലും ശരി ആ സമ്മതം കിട്ടുമെന്ന റഹ്മത്തിലെ വലിയ ആത്മവിശ്വാസമല്ലേ അത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിസ്കാരമടക്കം നിർവഹിച്ച് ജനാസയും വഹിച്ച് ഹുജ്റത്തു ഷരീഫിന്റെ മുന്നിലെത്തി. സ്വഹാബത്ത് സമ്മതം ചോദിച്ചു. ആ സമയത്ത് ഹുജ്റത്തു ഷരീഫത്തിന്റെ ഉള്ളിൽ നിന്ന് മധുര ശബ്ദം കേട്ടില്ലേ? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. ആ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഈ കൂട്ടുകാരൻ സിദ്ദീഖ് എന്ന കൂട്ടുകാരനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. കൂട്ടുകാരനെ കൊണ്ടുവരൂ. ഈ കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. റഹ്മത്തിലെ ആത്മാർത്ഥതയും പ്രതീക്ഷയും. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന് ഒരു വലിയൊരു ആവശ്യമാണ് നിറവേറ്റി കിട്ടേണ്ടത്. ഉമ്മു ഉബൈദ പട്ടണത്തിൽ ജീവിക്കുമ്പോൾ മൗലിദ് ചൊല്ലി, മദ്ഹ് ചൊല്ലി, മനസ്സെപ്പോഴും മദീന മുനവ്വറയിലായിരുന്നു. അവസാനം മദീന മുനവ്വറയിൽ എത്തിച്ചേർന്നു. ആ റൗള ഷരീഫിന്റെ അരികിൽ നിന്നുകൊണ്ട് പാടി, ഫി ഹാലത്തുൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി
وهذه نوبة الأشباح قد حضرت فامدد يمينك كي تحظى بها شفتي. ആ കൈയൊന്ന് നീട്ടിത്തരണം, എനിക്ക് ചുംബിക്കാനാണ്. ആ കരമൊന്ന് നീട്ടിത്തരണം, എനിക്ക് ചുംബിക്കാനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറഹ്മത്തിലും ദയാദാക്ഷിണ്യത്തിലും വലിയ ആത്മവിശ്വാസവും വലിയ നിശ്ചയദാർഢ്യവും നമുക്കെല്ലാവർക്കും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒത്തൊരുമയോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ ആ റഹ്മത്തുണ്ടാകും. അലൈക്കും ബിൽ ജമാഅ വ ഇയ്യാകും വൽ ഫുർഖ ഫഇന്ന ശൈത്താന മഅൽ വാഹിദി വഹുവ മിനൽ ഇത്നൈനി അബ്അദു വമൻ അറാദ ബുഹൂഹത്തൽ ജന്ന ഫൽയൽസമിൽ ജമാഅ. കൂട്ടായ്മയെ, നന്മ ചെയ്യുന്ന കൂട്ടായ്മയെ മുറുക്കി പിടിച്ചോളൂ, അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ശ്രദ്ധിച്ചോളൂ. കാരണം നന്മ ചെയ്യുന്ന കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരോടൊപ്പമാണ് ശൈത്താൻ പ്രവർത്തിക്കുന്നത്. നന്മ ചെയ്യുന്ന കൂട്ടായ്മ 2 പേരാണെങ്കിലും 10 പേരാണെങ്കിലും 100 പേരാണെങ്കിലും അവരുടെ ആത്മാവിനും മനസ്സിനും ഈമാനിനും ഇസ്ലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സംരക്ഷണം ഒരുക്കുന്നതാണ്, വലിയ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. അതുകൊണ്ട് ഈ ഒത്തൊരുമയും കൂട്ടായ്മയും എക്കാലവും നിലനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് മൗലീദ് പ്രോഗ്രാമുകളും കാരുണ്യത്തിന്റെ സദസ്സുകളും ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരോടുമുള്ള കാരുണ്യമാണ് ഈ സദസ്സിന്റെ ഏറ്റവും വലിയ മെസ്സേജ്. പ്രയോഗങ്ങളിൽ വരെ കാരുണ്യം നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് നേതാവിന്റെ പ്രയോഗം. ഒരു അനുയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് ദുആ ചെയ്തു അത്രേ, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദ വലാ തർഹം മഅനാ ഹദാ. എനിക്കും എൻ്റെ നേതാവിനും മാത്രം റഹ്മത്ത് ചൊരിയണമേ, മറ്റാർക്കും റഹ്മത്ത് നൽകരുതേ എന്നൊരു നേതാവിന്റെ മുന്നിൽ വെച്ച് ഒരു അനുയായി മഹബത്ത് കൊണ്ട് ദുആ ചെയ്തതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുത്തു. ലഖദ് ഹജ്ജർത വാസിഅ, ലഖദ് ഹജ്ജർത വാസിഅ. വിശാലമായ റഹ്മത്തിനെ എന്തിനാണ് നിങ്ങൾ ചുരുക്കിയത്? വിശാലമായ റഹ്മത്തിനെ എന്തിനാണ് നിങ്ങൾ ചുരുക്കിയത്? അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ തബാരക വ തആല യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ നല്ല കാരുണ്യ പ്രവർത്തകരാവണം, സാന്ത്വന പ്രവർത്തകരാവണം. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാകും. ഭൗമിക നിവാസികൾക്ക് നിങ്ങൾ കാരുണ്യം ചെയ്താൽ വാന നിവാസികൾ നിങ്ങൾക്ക് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി അല്ലാഹുവോട് ചോദിക്കുന്നതാണ്. ലോക മനുഷ്യനോട് കാരുണ്യം വേണം. ഫിലസ്തീനിലെ പാവപ്പെട്ട ജനതയോട് കാരുണ്യം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മനുഷ്യർക്ക്, നമ്മുടെ സഹോദര സമുദായാംഗങ്ങൾക്ക്, ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യവും ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബാക്കിയുള്ള ആളുകൾക്ക് മുന്നിൽ സീറ്റ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഷഹ്റ റബീഉൽ ഉദീത നബി, ശംസേ വീണ്ടു വിളിച്ച നബി, ശംസുകളാകെ വഹിച്ചു നബി, ഷാഫിഉ നബിയിൽ സല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സപ്തസമാ കടന്ന നബി, സത്യ ഇലാഹെ കണ്ടു നബി, സംസാരിച്ചു പിരിഞ്ഞ നബി, സയ്യിദ് നബിയിൽ സല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹ്റ ഫാത്തിമ മാനിച്ച്
സുഹൃദ് ഹയാത്തിൽ കാണിച്ച് സിദിനി ഇൽമൻ ചോദിച്ച് സാഹിദ് നബിയിൽ സല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹ് ഞങ്ങളെ നീ ഖബൂലാക്കണേ റബ്ബേ. ഈ മദ്ഹിന്റെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്ക് ബറക്കത്ത് നൽകണേ റബ്ബേ. സംഭാവന ചെയ്തവർക്ക് റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് ഖബറുകളിൽ ആനന്ദം നൽകണേ റബ്ബേ. രോഗബാധിതർക്ക് ശമനം നൽകണേ അല്ലാഹ്. പ്രശ്നബാധിതർക്ക് പരിഹാരം നൽകണേ റബ്ബേ. വീടില്ലാത്തവർക്ക് നല്ല റാഹത്തുള്ള വീട് നൽകണേ റബ്ബേ. കടബാധിതർക്ക് വീട്ടാനുള്ള വഴി നൽകണേ റഹ്മാനെ. അല്ലാഹ് പഠിക്കുന്ന മക്കളുണ്ട്, മികവ് നൽകണേ റബ്ബേ. അല്ലാഹ് ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ആഖിബത്ത് നന്നായുള്ള മരണം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാഹ്. ബിബറകതി മീലാദി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിബറകതി മദാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിബറകതി ശമാഇലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന النبي صلى الله عليه وسلم فخما مفخما يتلألأ وجهه تلألؤ القمر ليلة البدر أطول من المربوع وقصر من المشذب عظيم الهامة رجل الشعر إن فرقت عقيقته فرقا وإلا فلا يجاوز شعره شحمة أذنيه إذا هو وفر أزهر اللون واسع الجبين أزج الحواجب سوابغ في غير قرن بينهما عرق يدره الغضب أقنى العرني له نور يعلو يحسبه من لم يتأمل وشم كالثله يا سهل الخدين ضليع الفم مفلج الأسنان دقيق المصروبة كأن عنقه جيد دمية في صفاء الفضة معتدل الخلق بادن متماسك سواء البطن والصدر عريض الصدر بعيد ما بين المنكبين ضخم القراديس أنور المتجرد موصول ما بين اللبة والسرة بشعر يجري كالخطي عارث الثديين والبطن مما سوى ذلك أشعر ذراعين والمنكبين وعالي الصدر طويل الزندين شثر الكفين والقدمين رحب الراحة سائل الأطراف خمسان الخمسين مسيح القدمين ينبو عنهما الماء إذا زال زال تقلعا ويخطو تكفيا ويمشي هونا ذريع المشية إذا مشى فكأنما ينحط من صبب وإذا التفت التفت جميعا خافض الطرف ونظره إلى الأرض يطول من نظره إلى السماء جل نظره الملاحظة ويسوق وصحابة ويبدر من لقي بالسلام صلى الله عليه وسلم ألف مرة بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله. മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. നാം എല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ബുർദ മജ്ലിസ് ഇവിടെ ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി കുറച്ച് ആദരവ് ഇവിടെ നടക്കുന്നു. നമ്മുടെ യൂണിറ്റിലെ മുതിർന്ന നേതാക്കളെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആദരിക്കുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരെ ആദരിക്കുന്നു.